ഏറാമല കുന്നുമ്മക്കരയിലുണ്ടായ ഇടിമിന്നലിൽ 300ഓളം വീടുകൾക്ക് കനത്ത നാശനഷ്ടം ഉണ്ടായി. ഒരു വീട്ടിലെ ലക്ഷങ്ങളുടെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും നശിച്ചു. കനത്ത മഴയോടൊപ്പമുണ്ടായ ഇടിമിന്നലിലാണ് ഏറാമല കുന്നുമ്മക്കര പ്രദേശത്തെ വീടുകൾക്ക് വലിയ നാശനഷ്ടം സംഭവിച്ചത്. കുന്നുമ്മക്കര വണ്ണത്താൻകണ്ടി കുഞ്ഞബ്ദുള്ളയുടെ വീട്ടിലാണ് ഇടിമിന്നൽ കനത്ത നാശം വിതച്ചത്. വീട്ടുകാർ ഭക്ഷണം കഴിക്കുന്നതിനിടയിലാണ് വലിയ ശബ്ദത്തോടെ ഇടിമിന്നലേറ്റത്. വയറിംഗ്, ഇലക്ട്രോണിക് സാധനങ്ങൾ ഉൾപ്പെടെ കത്തിനശിച്ചു. ബെഡ്റൂമിന് തീ പിടിക്കുകയുമുണ്ടായി. ഇടിമിന്നലിന്റെ ആഘാതത്തിൽ വീട്ടുകാർക്കും അസ്വസ്ഥതയുണ്ടായി. വീട്ടുകാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ലക്ഷങ്ങളുടെ നാശനഷ്ടമാണുണ്ടായത്. സമീപത്തെ 3 വീടുകളിലും ഇടിമിന്നലിൽ നാശമുണ്ടായി. ഇലക്ട്രോണിക്സ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കത്തിനശിച്ചു. ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ രാത്രി 9:30 മണിക്ക്. അപ്പോഴാണ് ഫസ്റ്റ് ഇടിയും മിന്നൊക്കെ ഉണ്ടായിരുന്നത്. ഫസ്റ്റ് ഇടിയും മിന്നൊക്കെ ഉണ്ടായിരുന്നത് ആ സമയത്താണ്. സെക്കൻഡ് ഹാഫ് ഞങ്ങൾ കഥയൊക്കെ അടച്ചു. കഥ അടച്ചതിന് ശേഷം ഞങ്ങൾ ഭക്ഷണം കഴിക്കാതിരുന്നപ്പോഴാണ് രണ്ടാമത്തെ ഇടി വരുന്നത്. ഭയങ്കര സൗണ്ട്, അസാധ്യ സൗണ്ടാണ്. പെട്ടെന്ന് ഒരു ഭാര്യ മാരണ കൂക്കിയാണ് ഇതിനെ കേൾക്കുന്നത്. അസാധ്യ കൂക്കി. അങ്ങനെ ഞാൻ മൂപ്പരെ കൈ താങ്ങിലിട്ട് പിടിച്ച് കൊണ്ടുവന്ന് ബെഡ് കിടത്തി. അപ്പോൾ കാലിൻ്റെ മുട്ടിൻ്റെ താഴോട്ട് കംപ്ലീറ്റ് ഫുള്ള് തെരുത്തു എന്ന് പറഞ്ഞു മൂപ്പര്. കൂക്കിയാണൊന്നും പറയുന്നില്ല. അപ്പം ഞാൻ ശരിക്കും മസാജ് ചെയ്തു. കുറേ സമയം മസാജ് ചെയ്ത് ഒരു അരമണിക്കൂറോളൊക്കെ ചെയ്ത് കത്തി തളർന്നു വയ്ക്കും. അപ്പം അങ്ങനെ ശേഷം കുറച്ച് ലെവലായി വന്നത്. അപ്പം അങ്ങനെ ഞങ്ങൾ പോയി വീണ്ടും ഭക്ഷണം കഴിക്കാൻ ഇരുന്നപ്പോഴാണ് പിന്നെ ഒരു വാസന, ഭയങ്കര സ്മെല്ല് വരുന്നത്. അങ്ങനെ അയാൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കംപ്ലീറ്റ് ഇവിടെ ഈ ബെഡ്റൂമിൽ ഫുള്ളായിട്ട് കംപ്ലീറ്റ് വയറ് പോയ സ്ഥലം കംപ്ലീറ്റ് കൊഴിഞ്ഞു പോയിക്ക്. കംപ്ലീറ്റ് പിന്നെ വയറ് കംപ്ലീറ്റ് കത്തിപ്പോയിക്ക്. ബെഡ് കത്തി, ബെഡിൻ്റെ ബെഡ്ഷീറ്റ് കത്തി, ബെഡിൻ്റെ അടിയിൽ പായ ഉണ്ടായിരുന്നു, അതും കുറച്ച് ഒരു ഭാഗം കത്തി. അങ്ങനെ പിന്നെ ഞങ്ങൾ ബാക്കിയെല്ലാം ചെക്ക് ചെയ്ത് നോക്കുമ്പം ഞങ്ങളെ നിസ്കാര മുറിയെല്ലാം സ്വിച്ച് കംപ്ലീറ്റ് പൊട്ടി താഴെ വീണ് കംപ്ലീറ്റ് വയറൊക്കെ കംപ്ലീറ്റ് കരിഞ്ഞ്. അങ്ങനെ പിന്നെ ഞങ്ങൾ പെട്ടെന്ന് മെയിൻ സ്വിച്ചിലേക്ക് വരാൻ നേരത്തെ അടുത്ത വീട്ടിൽ ദാവെന്ന് പറഞ്ഞാൽ മൂപ്പരെ ഫോൺ ചെയ്ത് വിളിച്ച് ആര് വന്ന് ഇവിടെ മെയിൻ സ്വിച്ചിൻ്റെ അടുത്ത് ഇവിടെ വന്നപ്പോഴാണ് സംഗതി മനസ്സിലാകുന്നത്. കംപ്ലീറ്റ് മീറ്റർ താഴെ വീണ് കിടക്കുക. മെയിൻ സ്വിച്ച് ഒന്നുമില്ല, കംപ്ലീറ്റ് പൊട്ടി പൊളിഞ്ഞ് നാശമായി കിട്ടാം ഫുള്ളായിട്ട്. ഇത് ഫുൾ കംപ്ലീറ്റ് ഒന്നും പിന്നെ അവിടെ ഈ ഭാഗത്ത് വരാനേ പറ്റില്ല. അങ്ങനെ ഇവിടെ KCBയിൽ വിളിച്ച് ഭയങ്കര ദുരന്തം വെച്ചാൽ ഭയങ്കര കംപ്ലീറ്റ് വയറിങ് കംപ്ലീറ്റ് പോയിട്ടുണ്ട് ഫുള്ളായിട്ട്. അതിൻ്റെ ഉള്ളിൽ കൂടി ഇവിടുന്ന് വയറ് കത്തിയിട്ട് അടുക്കളയുടെ ഭാഗം മറ്റേ ഇത് തെക്ക് ഭാഗമാണ്, വടക്കേ ഭാഗം കംപ്ലീറ്റ് ആ റൂമിൽ ബെഡ്റൂമിൽ കംപ്ലീറ്റ് ഫുള്ളായിട്ട് സ്വിച്ചൊക്കെ കത്തി കരിഞ്ഞ് പുറത്ത് താഴെ പോയിട്ടുണ്ട് ഫുള്ള്. ഭയങ്കര എന്ന് വെച്ചാൽ ഭയങ്കര ദുരന്തമാണ്, ഭയങ്കര സംഭവം നടന്നത്. അപ്പോൾ ഇവർ വന്നപ്പോൾ ചോദിച്ചപ്പോൾ അവൻ്റെ വീട്ടിൽ ഫാനും പോയി. അടുത്ത ദാവ് എന്ന് പറഞ്ഞ വീട്ടിൽ ഫാനും പോയി, 4-5 വളഞ്ഞിട്ട് ബൾബ് അത് പോയി. പിന്നെ തൊട്ട മുമ്പിലും അവിടെ രാജേഷ് എന്ന് പറഞ്ഞ അവരുണ്ടായിരുന്നു, അവരും വന്നു. അപ്പോൾ അവർ വന്നപ്പോൾ അവരുടെ വീട്ടിലെ TV അതും പോയി. മൊത്തം ടോട്ടലായിട്ട് കംപ്ലീറ്റ് വീടിൻ്റെ വയറിങ് കംപ്ലീറ്റ് പോയിട്ടുണ്ട്. പിന്നെ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എല്ലാം അതെല്ലാം പോയിട്ടുണ്ടാവും. കാരണം ഈ അടിക്കുന്ന പോക്കിലെല്ലാം പോയി. ചാർജറൊക്കെ അതൊക്കെ എടുത്തിട്ട് ഉപയോഗിച്ചിട്ട് അടുത്ത വീട്ടിൽ കൊണ്ടൊക്കെ വർക്കാവുന്നില്ല. ഇനിയിപ്പോൾ കറണ്ട് വന്നാൽ അറിയാം ബാക്കിയുള്ള കാര്യങ്ങൾ. ഏകദേശം കുറേ സാധനങ്ങൾ കംപ്ലീറ്റ് പോയിട്ടുണ്ടാവും എന്നാണ് മനസ്സിലാകുന്നത്.